ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്യാൻ മേക്ക് ലോസ് ടു റെഗുലേറ്റ് ഓർ റെസ്ട്രിക്ട് എനി എക്കണോമിക് ഫൈനാൻഷ്യൽ പൊളിറ്റിക്കൽ ഓർ അതർ സെക്യുലർ ആക്ടിവിറ്റീസ് വിച്ച് മേ ബി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രാക്ടീസ് എന്നൊരു കാര്യം. അതായത് റിലീജിയസ് പ്രാക്ടീസുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും കൂടി നോക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് അമെൻമെന്റ് ബില്ലാണ്. ഇത് ഓൾറെഡി ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി കഴിഞ്ഞു. ഇനി പ്രസിഡന്റിന്റെ ഒരു സൈനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു നിയമമാവാൻ പോവുകയാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ബില്ലിന്റെ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ബില്ലാണെന്നാണ്. അതായത് ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഓപ്പോസിഷൻ പാർട്ടീസ് പറയുന്നത്. അതുകൊണ്ട്